ഇത് കന്യാകുമാരി ദേവി പാദം, കന്യാകുമാരി ദേവിയോട് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ രീതിയിൽ നോക്കിയാൽ മിത്തുകളാവാം, ഗണപതി മിത്ത് പോലെ മിത്തുകളാവാം. എന്നാലും ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് കന്യാകുമാരി ദേവിയുടെ പാദം സ്പർശിച്ചു എന്ന് പറയുന്ന ഭാഗം. അപ്പുറത്ത് കാണുന്നത് വിവേകാനന്ദ റോക്ക്. 1892 വിവേകാനന്ദൻ ഡിസംബർ 23, 24, 25 ദിവസങ്ങളിൽ ഇവിടെ വന്ന് ധ്യാനിച്ചു. അവിടെ നിന്ന് പിറ്റ കൊല്ലം അദ്ദേഹം അമേരിക്കയിലെ മതസമ്മേളനത്തിന് ചിക്കാഗോയിൽ പോയി. എല്ലാവരും പ്രസംഗിച്ചു. ഒരു ഭിക്ഷാന്തി പോലെ വന്ന അദ്ദേഹത്തിനെ ആരും കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഊഴം വന്നപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങി. എല്ലാവരും ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് വ്യത്യസ്തമായി എൻ്റെ സഹോദരി സഹോദരന്മാരെ, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു. അതുവരെ ഉറങ്ങിയിടന്നിരുന്ന സദസ്സ് ഉണർന്നെഴുന്നേറ്റു. പിന്നെ വിവേകാനന്ദൻ്റെ അതിതീവ്രമായ പ്രസംഗം എല്ലാവരും നന്നായി ശ്രവിച്ചു എന്നാണ് കേട്ടത്. അങ്ങനെ ഇന്ത്യയുടെ പൈതൃകം ആദ്യമായിട്ട് അവിടെ ഉയർന്നു കേട്ടു. അങ്ങനൊരു മഹത് വ്യക്തി ഇവിടെ വന്നിരുന്നു, തപസ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ഭാഗമാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലൊന്നും ക്യാമറ പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ധ്യാന മന്ദിരമുണ്ട്. അവിടെയാണ് മോദി വന്നിരുന്ന് ധ്യാനിച്ചത്. അപ്പോൾ വീണ്ടും ഒന്നുകൂടി ഫേമസ് ആയി. അതുകൊണ്ട് ഇത് സംഗീത സ്ഥലമായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ വന്നാൽ എല്ലാവരും സംഘികളാണെന്ന് ഞാൻ ഒരിക്കലും തീരുമാനിക്കുന്നില്ല. ഇതിൽ ഇവിടെ വരുന്ന 100 പേരിൽ 98 പേരും സംഘികളാവില്ല. അതാണ് നമ്മുടെ നാട്ടിലെ സംഘികളാക്കുന്നവരെ സംഘികളുടെ പ്രത്യേകത. ഓക്കെ, താങ്ക് യു.